പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണത്തിൽ പ്രതീക്ഷയോടെ കുടുംബം. അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിയതോടെ സിദ്ധാർത്ഥന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. അതേസമയം സിബിഐക്ക് വിട്ട കേസിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ വിമർശനം തുടരുകയാണ്. ഇക്കഴിഞ്ഞ 9-നാണ് സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ സർക്കാർ തന്നെ നടപടികൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു. കേസിന്റെ പെർഫോമർ റിപ്പോർട്ട് ചട്ടം മാറ്റി സിബിഐ കൊച്ചി യൂണിറ്റിലേക്കും പിന്നീട് വിവാദമായതോടെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലും എത്തിച്ചു. ഇതോടെയാണ് മകന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുണ്ടാകുന്നത്. കേസിൽ തുടക്കം മുതൽ കുടുംബം ആരോപിക്കുന്ന ഗൂഢാലോചന പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ. അതിനാൽ തന്നെ സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സത്യം തെളിയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. 8 മാസത്തോളം തന്റെ മകനെ പീഡിപ്പിച്ച SFI നേതൃത്വവും പരസ്യ വിചാരണ നടത്തിയ കൂട്ടുപ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. ഒപ്പം ഗവർണറുടെ നിർണായക നടപടികളും കുടുംബത്തിന് കരുത്തു പകരുന്നു. അതിനാൽ തന്നെ കേസന്വേഷണം ഏറ്റെടുത്ത് CBI എത്തുന്നത് കാത്തിരിക്കുകയാണ് കുടുംബം. DYSP ശ്രീകാന്ത് പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയ രേഖകൾ CBI ഡയറക്ടർ അംഗീകരിച്ച ഉത്തരവായി CBI യൂണിറ്റിന് അന്വേഷണം കൈമാറുന്നതോടെ കേസിൽ വഴിത്തിരിവാകും. ജനം, തിരുവനന്തപുരം.